വരുന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിക്കുമെന്നും തുടർച്ചയായി മൂന്നാമതും LDF അധികാരത്തിലെത്തുമെന്നും മണലൂർ നിയോജകമണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. വികസനത്തിന്റെ പൂർണ്ണതയ്ക്ക് ഭരണത്തുടർച്ചയുണ്ടാകണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 2021 LDF മിന്നും വിജയം നേടിയതെന്നും മണലൂരിൽ ഈ തുടർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുല്ലശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വോട്ടഭ്യർത്ഥനയ്ക്ക് ശേഷം പ്രൈം TVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. LDF നേതാക്കളായ AK ഹുസൈൻ, KP ആലി, MG രജീഷ്, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് KV ഷിജു എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ച ഉണ്ടാകാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മണലൂരിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. വികസനത്തിൻ്റെ പൂർണ്ണതയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. വികസനത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഭരണത്തിൻ്റെ തുടർച്ചയാണ് വേണ്ടത് എന്ന് 2016 കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. അതുവരെ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറിയിരുന്നത് കൊണ്ട് പല വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കാഴ്ചപ്പാടുകൾ, നയങ്ങൾ മാറുന്നത് കൊണ്ട് വികസനത്തിന് ഭംഗമുണ്ടാകുക എന്നത് കേരളത്തിൽ പതിവായിരുന്നു. അത് തെറ്റാണ് എന്നും വികസനത്തിന് പൂർണ്ണമായ സമ്പൂർണമായിട്ടുള്ള ഭരണ തുടർച്ച വേണമെന്നും 2021 കേരളം മനസ്സിലാക്കി. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം. മണലൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സഖാവ് മുരളി പെരുന്നെല്ലിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കുവാൻ ഒരു പുതിയ മണലൂർ, വികസന രംഗത്ത് തികച്ചും മാതൃകയായ ഒരു മണലൂർ സൃഷ്ടിക്കാൻ വേണ്ടി വീണ്ടും ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിൽ